ക്ഷീരമുള്ളോരകിടിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? എൻ്റെ പൊന്ന് അഖിൽ ബ്രോ, നിങ്ങൾ ആരോടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ നാട്ടുകാരോടോ? ഒരു രക്ഷയില്ല. കാരണം ഇവിടെ ഒരു 10,000 കണക്കിന് ആശുപത്രികളുണ്ട്, 1000 കണക്കിന് മെഡിക്കൽ സ്റ്റോറുകളുണ്ട്. ഇവിടെ എല്ലാം തിക്കും തിരക്കുക. അതിനർത്ഥം നമ്മൾ ആരോഗ്യത്തിൽ നമ്പർ 1 ആണോ അല്ലയോ എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചാൽ മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാം കൂടെ വന്ന് നമ്മളെ നെഞ്ചത്ത് കയറുക. അല്ലെങ്കിൽ ഇവർ പറയുമല്ലോ, ബാറുകൾ എവിടെ തുടങ്ങിയാലും നല്ല ലാഭമാണ്. അതെന്തുകൊണ്ടാണ്? കുടിക്കാൻ ആളുള്ളതുകൊണ്ട്. എന്ന് പറഞ്ഞ പോലെ ആശുപത്രിയിലൊക്കെ ഇത്രയും 1000 കണക്കിന് ആശുപത്രി ഉണ്ടായിട്ട് അവിടെ എല്ലാം തിക്കും തിരക്കും. അപ്പോൾ അതിനർത്ഥം എന്താ? അതുപോലെ രോഗികളുണ്ട്, കച്ചവടം പൊടി പിടിക്കുന്നു, ആരോഗ്യത്തിൽ നമ്പർ 1 അല്ല എന്നല്ലേ? നിങ്ങൾ ആ സംസാരിച്ച കൂട്ടത്തിൽ എൻജോയ്മെൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് വന്നു. ആ എൻജോയ്മെൻറ്റെ പിടിച്ച് ഇവിടെ കുറേ എണ്ണം തൂങ്ങിക്കൊണ്ടിരിക്കുക, ട്രോളുകളും റീൽസുകളും ഇറക്കിക്കൊണ്ട്. അതേസമയം നിങ്ങൾ പറഞ്ഞ വിഷയം എന്താണെന്ന് ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല, ചർച്ച ചെയ്യത്തില്ല. അതാണ് നമ്മളുടെ പ്രബുദ്ധ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് സുരേഷ് ഗോപി സാറ് ഉന്നത കുലജാതി എന്നും പറഞ്ഞുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നത്. അതേസമയം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ആ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും ഇവിടെ ചർച്ച ചെയ്തോ? താങ്കൾ പറഞ്ഞതിനകത്ത് ഞാൻ പ്രധാനമായിട്ടും ശ്രദ്ധിച്ചൊരു കാര്യമാണ് മരുന്ന് മാഫിയ എന്ന് പറഞ്ഞത്. അത്രയ്ക്കും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ ആരെങ്കിലും അത് കേട്ടോ? കേൾക്കത്തില്ല. പ്രബുദ്ധരാണ് നമ്മുടെ ആൾക്കാർ. അവർ ആ എൻജോയ്മെൻറ്റെ പിടിച്ചിങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുക. താങ്കൾ പറഞ്ഞത് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ആ പ്രസവത്തെക്കുറിച്ച് പറഞ്ഞത് കൂടുതലും ഇപ്പോൾ സിസേറിയനാണ് നടക്കുന്നത്, ആണോ? ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ എത്രയെത്ര സ്കാനിങ്ങുകൾ, എത്രയെത്ര ബ്ലഡ് ടെസ്റ്റുകൾ, ഇത്രയും ബ്ലഡ് ടെസ്റ്റിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും സ്കാനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ നാട്ടിലും ഇങ്ങനെയാണോ? അതോ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയുള്ളോ? അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? ശരിയാണ്, ഇപ്പോൾ ശിശുമരണങ്ങൾ കുറവാണ്, അതൊക്കെ അംഗീകരിച്ചു. പക്ഷേ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സ്. അതിപ്പോൾ എത്ര ശതമാനം നടക്കുന്നുണ്ട്? സിസേറിയനാണോ കൂടുതൽ? എന്തുകൊണ്ട്? അതുമല്ല, മാസം തികയാതെ കുട്ടികൾ ജനിക്കുന്നത് ഇവിടെ സാധാരണമാകുന്നുണ്ടോ? പ്രസവം അല്ലെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ ശേഷം കുട്ടികളെ NICUയിലോട്ട് കിടത്തേണ്ട അവസ്ഥ കൂടുതലായിട്ടുണ്ടാകുന്നുണ്ടോ? സ്വാഭാവികമായിട്ടുള്ള പ്രസവം പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഗർഭധാരണവും ഇവിടെ കുറയുന്നുണ്ടോ? ഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ അധികമായിട്ട് ഇവിടെ മുളച്ചു പൊങ്ങുന്നുണ്ടോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ജീവിത രീതിയുടെ വ്യത്യാസം കൊണ്ടാണോ? അതോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പ്രശ്നമാണോ? നമ്മൾ ഈ ഫാസ്റ്റ് ഫുഡുകൾ കൂടുതൽ കഴിക്കുന്നത് കൊണ്ടാണോ? ഇനി അതുമല്ല, അഖിൽമാരാർ പറഞ്ഞതുപോലെ മരുന്ന് മാഫിയ നമ്മളെ അതുപോലെ പിടിമുറുക്കുന്നത് കൊണ്ടാണോ? ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ് അഖിൽമാരാർ സംസാരിച്ചത്. പക്ഷേ അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിലുള്ള എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാക്ക്, ആ ഒരു വാക്കിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടത്തുന്നത്. ഒരാളൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നൊരു ചർച്ച നടത്തി നോക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതിനകത്തൊരു ഇനി നാക്കുപിഴ വന്നെന്ന് തന്നെ കൂട്ടിക്കോ. അതാണോ ഇവിടുത്തെ വിഷയം? അതാണോ ഇവിടുത്തെ പ്രശ്നം? മരുന്ന് മാഫിയ നമ്മളെ അതുപോലെ പിടിമുറുക്കിയിട്ടുണ്ടോ? അതാണ് അതിനകത്ത് അദ്ദേഹം ചോദിച്ച കാര്യത്തിൽ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ അതാരും ഇവിടെ ചർച്ച ചെയ്യുന്നില്ലെന്നുള്ളതാണ്.